ഇപ്പൊ നമ്മൾ ഗുണ്ടൽപേട്ടിലെ അടുത്തൊരു സൂര്യകാന്തി പാടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രമൊക്കെ കണ്ട് ഇറങ്ങി വന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള നല്ല പടം കേട്ടോ. ഇതുണ്ടോ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ല കിടുക്കാച്ചി സ്പോട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗുണ്ടൽപേട്ട് നിങ്ങൾ വരിക. ഞങ്ങളിപ്പോൾ ഇന്നലെ നിലമ്പൂർ വന്നിട്ട് ഗൂഡല്ലൂർ വന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗുണ്ടൽപേട്ട് വരാനുള്ള എളുപ്പവഴി വയനാട് ഇറങ്ങിയിട്ടും വരാം, അതോടൊപ്പം തന്നെ നമുക്ക് നിലമ്പൂർ വന്നിട്ടും വരാം. അപ്പോൾ നിലമ്പൂർ വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങളിങ്ങ് വരുവാണ്. ഇത് 100 കിലോമീറ്റർ ഉണ്ട് നിലമ്പൂരിൽ നിന്ന്. അപ്പോൾ ഇവിടെ എവിടെ വന്നാലും നല്ലപോലെ സഞ്ചാരികളുണ്ട്. അപ്പോൾ ഈ സൂര്യകാന്തി കൃഷി ഒരു വീഡിയോനെ പറ്റി എടുക്കണമെന്ന് ഓർത്താൽ അന്നേരം ഉള്ളവർക്ക് കന്നഡ അറിയത്തുള്ളൂ, നമുക്ക് കന്നഡ അറിയത്തില്ല. നല്ല അടിപൊളി സ്പോട്ട്. ഈ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടോ. അവിടെയൊക്കെ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അരി എടുത്താണ് പാകുന്നത്. മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പം വെയിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരല് നമുക്ക് നഷ്ടമായിരിക്കും, കാരണം ഇത് ഉണങ്ങി തുടങ്ങും. അപ്പോൾ ഈ ഒരു ആഗസ്റ്റ് തീരുക സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനൊക്കെ പറ്റും. അപ്പോൾ അതുവരെ ഉണ്ടാവുള്ളൂ ഈ ഒരു കാഴ്ചകൾ. അപ്പോൾ മുകളിലോട്ട് ഇപ്പോൾ റോഡിനപ്പുറത്തേക്കാണ് ഞങ്ങൾ വണ്ടി നിർത്തിയേക്കുന്നത്. ആ റോഡിനപ്പുറത്തേക്ക് ഉള്ള സൂര്യകാന്തി പാടം ഉണ്ടോ, നന്നായിട്ടുണ്ട്. എല്ലായിടത്തും നല്ല കാഴ്ചകൾ, ആൾക്കാർ ഒരുപാടുണ്ട്. ഇവിടെ എല്ലാം വണ്ടി നിർത്തിയ KL വണ്ടികളാണ് കൂടുതലും. അപ്പോൾ നമുക്ക് ഈ ഒരു മധുരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. ഇതില് നമുക്ക് ഈ സൈഡ് വഴി കുറച്ച് പോകാം കേട്ടോ. ഇതിലെ പോയി നോക്കാം. നല്ല ഫ്രഷായി നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളും ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വനത്തിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഉണ്ടോ, നീലഗിരി റിസർവിലാണ് നിൽക്കുന്നത്, ടൈഗർ റിസർവിൽ. അപ്പോൾ വൈകുന്നേരം 9 മണിക്കാകുമ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ട് അടയ്ക്കും. വരുന്ന വഴിക്ക് ആനേനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പൊളി സ്ഥലം കേട്ടോ, അത് ഒരു രക്ഷയില്ല. ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട തന്നെ ഒന്നാണ് കർണാടകയിൽ. ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നല്ല സൂപ്പർ ഫുഡാണ് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റി ഫുഡുമായിരുന്നു. ഈ അമ്പലത്തിന് അങ്ങോട്ട് പോകുമ്പോൾ പോലും അവിടെ നമുക്ക് കിട്ടുന്ന സ്നാക്സുകൾ പോലും അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു മനോഹര കാഴ്ച സത്യം പറഞ്ഞാൽ സ്വർഗത്തിലേക്കാണോ ഞാൻ കയറി വന്നത്, അതോ സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന ഒരു അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാം.